Assalamu alaikum. Let us start our new chapter, Introduction to Graphs. Okay, 15th chapter, Introduction to Graphs. Introduction to Graphs. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഡാറ്റ അല്ലേ. നമ്മളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡുകളുണ്ട്. നമ്മൾ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യും അല്ലേ, അല്ലെങ്കിൽ ടേബിൾ കോളത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യും, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളാക്കി റെപ്രസെൻറ്റ് ചെയ്യും, ഹിസ്റ്റോഗ്രാം, ബാർ ഗ്രാഫ്, ഗ്രാഫായിട്ട് നമ്മൾ ആ ഡാറ്റകൾ എന്ത് ചെയ്യും, റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻഫർമേഷൻ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഡാറ്റകളെ കളക്ട് ചെയ്യുന്ന ഡാറ്റകളെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ഗ്രാഫ്സ് ഉപയോഗിക്കാറുണ്ട്. ബാർ ഗ്രാഫ് വരുന്നുണ്ട്, പൈ ഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യണം, ലൈൻ ഗ്രാഫ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ആ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കാം എ ബാർ ഗ്രാഫ്. ഫസ്റ്റ് നമുക്ക് എ ബാർ ഗ്രാഫ്. ബാർ ഗ്രാഫ്, വാട്ട് ഈസ് ബാർ ഗ്രാഫ്? ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഈ ബാർ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു ഷോ കമ്പാരിസൺ എമംഗ് കാറ്റഗറീസ്. കമ്പാരിസൺ എമംഗ് കാറ്റഗറീസ് ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ബാർ ഗ്രാഫിലെ. നമുക്കറിയാം ബാർ ഗ്രാഫ് എന്ന് പറയുമ്പോൾ കമ്പാരിസൺ കാറ്റഗറീസ്, രണ്ട് കാറ്റഗറി, അതായത് രണ്ട് കാറ്റഗറി നമ്മൾ കമ്പയർ ചെയ്യാനാണ് എന്ത് ചെയ്യുക, ബാർ ഗ്രാഫ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വാല്യൂ, ഒരു ഒബ്ജക്റ്റ് നമുക്ക് പറയാം എ ബി സി ഡി എന്ന് പറയുന്ന 3 വാല്യൂസ് ഇവിടെ ഉണ്ട്. ഹൊറിസോണ്ടലി നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 3 വാല്യൂസ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈനിൽ നമ്മൾ വാല്യൂസ് മാർക്ക് ചെയ്യുന്നത് എച്ച് പി എം എൻ എസ്. സപ്പോസ് നിങ്ങൾക്ക് അത് ബാർ ഗ്രാഫ് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എ എന്നുള്ള വാല്യൂവിൻ്റെ ലെങ്ത് നമുക്ക് ഇവിടെ കൊടുക്കുക എമ്മിൽ. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പാരിസൺ ഓഫ് 2 കാറ്റഗറീസ് കമ്പയർ ചെയ്യാനാണ്. കാരണം ഇതും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ്. ഈ വാല്യൂ ഹൊറിസോണ്ടൽ ലൈനിലുള്ള വാല്യൂസും വെർട്ടിക്കൽ ലൈനിലുള്ള ഈ വാല്യൂസും തമ്മിലുള്ള പ്രൊപ്പോർഷനാണ് അല്ലേ. അതായത് കണ്ടോ, ഇതിൻ്റെ ഹൈറ്റ് എമ്മിലാണ്. അപ്പോൾ എം എന്നുള്ള വാല്യൂ എ എന്നുള്ള വാല്യൂ തമ്മിലൊരു കമ്പാരിസൺ ആണ് ഇവിടെ ഈ ബാർ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. ഈ ബാറിൻ്റെ ഹൈറ്റ് എവിടെ ചെന്ന് നിൽക്കുന്നത്, എം എന്നുള്ള വാല്യൂലാണ് ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ബാർ ഗ്രാഫ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാർ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു ഷോ കമ്പാരിസൺ എമംഗ് കാറ്റഗറീസ്. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് 2 or more parallel vertical bars. 2 or more parallel vertical bars. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിൾ, അതായത് ഇങ്ങനെ ഉള്ള നമ്മളെ റെക്റ്റാങ്കിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് കമ്പയർ ചെയ്യുക. ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നമ്മളിങ്ങനെ റെക്റ്റാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളത് കമ്പയർ ചെയ്യുക. ഓക്കെ, ബാർ ഗ്രാഫ് ക്യാൻ ഓൾസോ ഹാവ് ഡബിൾ ബാർസ് ആസ് യെസ്. ബാർ ഗ്രാഫ് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഡബിൾ ബാർ ഗ്രാഫ്. എന്താണ് ഈ ഡബിൾ ബാർ ഗ്രാഫ്? ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇപ്പോൾ നോക്കൂ നിങ്ങൾ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് എ ബി എന്നുള്ള 2 ക്വാണ്ടിറ്റി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ സി ഡി എന്നുള്ള 2 ക്വാണ്ടിറ്റി ഉണ്ട്. ഇവിടെ ഇ എച്ച് എന്നുള്ള 2 ക്വാണ്ടിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ ഈ 2 ക്വാണ്ടിറ്റികളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരൊറ്റ സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ 2 ബാറുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഡിസ്കസ് ചെയ്യാം. ഒരു ബാർ ഇത് എ എന്നുള്ള ക്വാണ്ടിറ്റിക്കുള്ള ബാർ ഇത്, മറ്റേ ക്വാണ്ടിറ്റി ബി എന്നുള്ള ക്വാണ്ടിറ്റിക്കുള്ള ബാർ ഇത്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ സി എന്നുള്ള ക്വാണ്ടിറ്റിക്കുള്ള ബാർ ഇതാ ഇത്, നമുക്ക് ഇത്. ഇങ്ങനെ നമുക്ക് ഒരൊറ്റ ഗ്രാഫിൽ 2 ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് കമ്പാരിസൺ നടത്താൻ പറ്റും. ഇതിനാണ് നമ്മൾ ഡബിൾ ബാർ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ബാർ ഗ്രാഫ് ഒക്കെ നമ്മളെ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. നിങ്ങൾക്ക് പേജ് നമ്പർ 232 ഫിഗർ 15.2 അതൊരു ഡബിൾ ബാർ ഗ്രാഫാണ്. എന്താണ്, ഫസ്റ്റത്തെ റെക്റ്റാങ്കിൾ ബാർ എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, മൺഡേ. സെക്കൻഡ് നമ്മൾ ആ ബാർ റെക്റ്റാങ്കിൾ ഏതിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ട്യൂസ്ഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഗ്രാഫിലേക്ക് നിങ്ങൾ നോക്കുക അല്ലേ. യെസ്,
ഹൊറിസോണ്ടൽ ലൈനിൽ മാംഗോ, ആപ്പിൾ, ഓറഞ്ച്, പപ്പായ, ബനാന എന്ന് കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കൽ സെയിൽസ് ഇൻ കിലോഗ്രാം, അതിൻ്റെ സെയിൽസ് അതായത് എത്ര വിറ്റ് പോയി എന്നുള്ളതാണ്, കണക്കുകളാണ് അവിടെ വെർട്ടിക്കൽ ആക്സിസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡബിൾ ബാർ ഗ്രാഫ് അല്ലേ. മാംഗോ എന്ന് പറയുന്നത് എങ്ങനെയാണ്, മൺഡേ എത്ര നടന്നു മാംഗോ, മൺഡേ 15.5 കിലോഗ്രാം, മൺഡേ 15.5 കിലോഗ്രാം. എന്നാൽ ട്യൂസ്ഡേ മാംഗോ എത്രയാണ് സെല്ലിംഗ് നടന്നത്, മാംഗോൻ്റെ സെല്ലിംഗ് ട്യൂസ്ഡേ 20.5. ഓക്കെ, 20 25 ഇടയിൽ അല്ലേ. യെസ്, ദെൻ നെക്സ്റ്റ് കണ്ടോ, ആപ്പിളിൻ്റെ സെല്ലിംഗ് നടന്നതിലെ കിലോഗ്രാം നമുക്ക് നോക്കുമ്പോൾ മൺഡേ ആണെങ്കിൽ 10x5 ഇടയിലാണ്. ബട്ട് ട്യൂസ്ഡേ 10 ആണ്, 10 കിലോഗ്രാം ട്യൂസ്ഡേ. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ ടൈമിലും നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഡബിൾ ബാർ ഗ്രാഫ് ഉപയോഗിക്കാം. ക്ലിയർ? യെസ്. നെക്സ്റ്റ് എ പൈ ഗ്രാഫ്. നെക്സ്റ്റ് ആണ് ഏത് ഗ്രാഫ്, പൈ ഗ്രാഫ്. നെക്സ്റ്റ് പൈ ഗ്രാഫ്. പൈ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എ പൈ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു കമ്പയർ പാർട്സ് ഓഫ് എ ഹോൾ. എ പൈ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു കമ്പയർ പാർട്സ് ഓഫ് എ ഹോൾ. അപ്പോൾ നമുക്കറിയാം ഒരു പൈ ഗ്രാഫ് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക, പൈ ഗ്രാഫ് എപ്പോഴാണ് റെപ്രസെൻ്റ് ചെയ്യുക, നമ്മൾ പാർട്ടായിട്ട് കാണിക്കും അല്ലേ. ഇപ്പോൾ നോക്കൂ, പേജ് നമ്പർ 232 ഒരു പൈ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഫിഗർ 15.3. എ ഗ്രാഫ് ഈസ് യൂസ്ഡ് ടു കമ്പയർ പാർട്സ് ഓഫ് എ ഹോൾ. കമ്പയർ പാർട്സ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പാർട്സ് ആയിട്ട്, ഇതൊരു മൊത്തം ഒരു ടോട്ടൽ പാർട്ടാണ്. ഇതിന് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടോ, കണ്ടോ, ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇവിടെ ഒരു പാർട്ട്, ഇങ്ങനെ പാർട്ടായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യും. മൊത്തം ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യും, പാർട്ടായിട്ട് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, സർക്കിൾ റെപ്രസെന്റ് ഹോൾ. അപ്പോൾ നമ്മളെപ്പോഴും ഒരു സർക്കിളാണ് എന്ത് ചെയ്യുക, ഹോൾ എന്നുള്ള ആ ഒരു കാര്യത്തെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് സർക്കിളാണ്. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, യെസ്. ഇറ്റ് ഷോസ് ദ പെർസെൻറ്റേജ് ഓഫ് വ്യൂവേഴ്സ് വാച്ചിങ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് TV ചാനൽസ്. താഴത്തെ ഉണ്ടോ 15.3, ഫിഗർ 15.3 നോക്കുക. അവിടെ എന്താണ് ആ പൈ ഗ്രാഫ് സൂചിപ്പിക്കുന്നത്, ഷോ ദാറ്റ് പെർസെൻറ്റേജ് ഓഫ് വ്യൂവേഴ്സ് വാച്ചിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് TV ചാനൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് TV ചാനൽ അല്ലേ. ആ TV ചാനലിലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് TV ചാനൽ, അതായത് പെർസെൻറ്റേജ് ഓഫ് വ്യൂവേഴ്സ്, ഓരോ ചാനലിൻ്റെ വ്യൂവേഴ്സിൻ്റെ പെർസെൻറ്റേജ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ പാർട്ട് അല്ലേ സർക്കിളായിട്ട് കൊടുത്തിട്ടുണ്ട്. TV ചാനൽസ് ആണ് ടോട്ടൽ കൊടുത്തിട്ടുള്ളത്. അതിന് ഓരോ പാർട്ടായിട്ട് ഇൻഫർമേറ്റീവായിട്ട് 10% വ്യൂവേഴ്സ് ഉണ്ടാകും, ന്യൂസിന് 15% വ്യൂവേഴ്സ്, സ്പോർട്സിന് 25% വ്യൂവേഴ്സ്, എൻ്റർടൈൻമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് 50%. കണ്ടോ, അപ്പോൾ ടോട്ടൽ ഒരു സർക്കിൾ എടുത്തിട്ട് അതിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഇത് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, പൈ ഗ്രാഫ്. ഓക്കെ, അതെങ്ങനെ വരക്കുക എന്നുള്ളതൊക്കെ നമ്മൾ 7th ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. ക്വസ്റ്റ്യൻ തന്നിട്ട് എങ്ങനെയാണ് നമ്മൾ പൈ ഗ്രാഫ് വരക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നെക്സ്റ്റ് എ ഹിസ്റ്റോഗ്രാം. അപ്പോൾ ഹിസ്റ്റോഗ്രാമും ബാർ ഗ്രാഫും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. ബാർ ഗ്രാഫിലാവുമ്പോൾ എന്താണ്, റെക്റ്റാങ്കിൾ ബാർസിൻ്റെ ഇടയിൽ എന്തുണ്ടാവും, ഗ്യാപ്പ് ഉണ്ടാവും. ബട്ട് ഹിസ്റ്റോഗ്രാം ആകുമ്പോൾ എന്തല്ല, ഹിസ്റ്റോഗ്രാം ആകുമ്പോൾ ബാർ ഗ്രാഫിൻ്റെ ഇടയിൽ, അതായത് റെക്റ്റാങ്കുലർ ബാർസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല, അതായത് ഇൻ്റർവെൽസ്. എ ഹിസ്റ്റോഗ്രാം ഈസ് എ ബാർ ഗ്രാഫ് ദാറ്റ് ഷോസ് ഡാറ്റ ഇൻ ഇൻ്റർവെൽസ്. നമുക്ക് പേജ് നമ്പർ 233 അതിലൊരു ഫിഗർ 15.4 ഹിസ്റ്റോഗ്രാം ആണ് അല്ലേ. ഹിസ്റ്റോഗ്രാം ഇലിസ്ട്രേറ്റ് ദ ഡിസ്ട്രിബ്യൂഷൻ വെയ്റ്റ്സ് 40% ഓഫ് എ ലൊക്കാലിറ്റി. അപ്പോൾ ആ കോളം നോക്കൂ, വെയ്റ്റ്സ്
ഫസ്റ്റ് കോളം വെയിറ്റ്, സെക്കൻഡ് കോളം നമ്പർ ഓഫ് പേഴ്സൺ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ വെയിറ്റ് 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65. അപ്പോൾ നിങ്ങൾ കണ്ടു അതിലെ ഇൻ്റർവെൽസ് ആണ് അല്ലേ, ഫസ്റ്റ് കോളത്തിലെ ഇൻ്റർവെൽസ് ആണ് കൊടുക്കുന്നത്. 40 to 45, 45 to 50, 50 to 55, 55 to 60, 60 to 65 ഇൻ്റർവെൽ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഹിസ്റ്റോഗ്രാമാണ് നമുക്കിവിടെ സ്യൂട്ടബിൾ ആകും. ഓക്കെ, ദെൻ ഇതിൻ്റെ വാല്യൂസ് 4, 12, 13, 6, 5. ഓക്കെ, അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഹിസ്റ്റോഗ്രാം നമുക്കറിയാലോ, ഹിസ്റ്റോഗ്രാമും ബാർ ഗ്രാഫും വരക്കുമ്പോൾ ഒരു ഹൊറിസോണ്ടൽ ആക്സിസും ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ ആക്സിസും ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ ആക്സിസിന് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ആക്സിസ്. വെർട്ടിക്കൽ ആക്സിസിന് നമ്മൾ പറയുന്നത് വൈ ആക്സിസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 0 എന്ന് കൊടുക്കാം. ഈ എക്സ് ആക്സിസും വൈ ആക്സിസും ഇന്റർസെക്ട് ചെയ്യുന്ന ഈ പോയിന്റ് നമ്മൾ 0 എന്ന് കൊടുക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ഇന്റർവെൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 40 to 45 ആണ്. അപ്പോൾ 0 to 40 വരെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രോക്കൺ ലൈനായിട്ട് കൊടുക്കാം. ബ്രോക്കൺ ലൈൻ മീൻസ് ഇതാ ഇങ്ങനെ. ഇനി ഇവിടുന്ന് നമുക്ക് 40 എഴുതാം. നെക്സ്റ്റ് 45, 50, 55, 60, 65. ദെൻ 40 to 45 ഈ ഇൻ്റർവെലിൻ്റെ ഇടയിലുള്ള നമുക്ക് വാല്യൂസ് ഇവിടെ കൊടുക്കാം. വാല്യൂസ് ഇവിടെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, 4, 12, 13, 6, 5 ആണ്. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5 എന്നാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 4 എന്നാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വാല്യൂസ് ഇവിടെ എങ്ങനെ കൊടുക്കേണ്ടി വരും, എങ്ങനെ കൊടുക്കേണ്ടി വരും, 2, 4, 6 അങ്ങനെ കൊടുക്കാം. 2, 4, 6, 8, 10, 12, 14, 16 എക്സെട്ര 16 വരെ കൊടുക്കാം അല്ലേ. കാരണം വാല്യൂ 12 വരെ വരുന്നുണ്ട്, 13 വരെ വരുന്നുണ്ട്. ഇനി നോക്കാം 40 to 45 എന്നുള്ള ഇൻ്റർവെല്ലിൽ നമുക്കറിയാം 40 to 45 എന്നുള്ള ഇൻ്റർവെല്ലിൽ 4 ആണ്. അപ്പോൾ ഇവിടെ 4. ദെൻ 45 to 50 12 ആണ്. അപ്പോൾ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുണ്ടാവും അല്ലേ, ഈ രണ്ട് ബാറിൻ്റെ ഇടയിലും ഗ്യാപ്പില്ല. കാരണം ഇൻ്റർവെല്ലായിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നത്, ഗ്യാപ്പില്ല. ഓക്കെ, ബാസിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ല. ഇതാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം. അപ്പോൾ കാറ്റഗറി കമ്പയർ ചെയ്യാനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാമും ബാർഗ്രാഫും ഉപയോഗിക്കുന്നത്. ബാർഗ്രാഫിനെ അപേക്ഷിച്ച് ഹിസ്റ്റോഗ്രാമിൽ ബാസിൻ്റെ ഇടയിൽ എന്തില്ല, ഗ്യാപ്പ് ഇല്ല. ഓക്കെ, there are no gaps between bars because there are no gaps between the intervals. There are no gaps between the intervals. അപ്പോൾ ഹിസ്റ്റോഗ്രാം വരക്കുമ്പോൾ അതിൻ്റെ ഇൻ്റർവൽസിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടായില്ല. കണ്ടോ, 40 to 45, 45 to 50, അടുത്ത ഇൻ്റർവൽ 50 to 55, കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോവാണ് അല്ലേ. അപ്പോൾ ഇവിടെ ഗ്യാപ്പില്ല, രണ്ട് ഇൻ്റർവലിൻ്റെ ഇടയിൽ എന്തില്ല, ഗ്യാപ്പില്ല. 40 to 45, അടുത്ത ബാറിൻ്റെ ഇടയിലും 45 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹിസ്റ്റോഗ്രാം. There are no gap between bars because there are no gap between the intervals. Between the intervals, yes. Next, a line graph. അപ്പോൾ histogram നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. Then a line graph. A line graph. A line graph. A line graph displays data that change continuously over period of time. Change continuously over period of time. Data that change continuously over period of time. അല്ലേ, ഓരോ പീരീഡിനനുസരിച്ച് എന്ത് ചെയ്യും, ഡാറ്റ അങ്ങനെ ചേഞ്ച് ചെയ്യും, വാല്യൂ ചേഞ്ച് ചെയ്യും. നിങ്ങൾ നോക്കൂ, പേജ് നമ്പർ 233 ഏറ്റവും താഴെയുള്ള ആ ബോക്സ് കണ്ടോ, ടൈമും ടെമ്പറേച്ചറും കൊടുത്തിട്ടുണ്ട് അല്ലേ. ടൈം 6 AM ആകുമ്പോൾ ടെമ്പറേച്ചർ 37 degrees Celsius. ടൈം 10 AM ആകുമ്പോൾ കണ്ടോ ടെമ്പറേച്ചർ മാറി 40 degrees Celsius ആയി. 2 PM ആകുമ്പോൾ 38 അല്ലേ. വീണ്ടും എന്ത് സംഭവിച്ചു, കുറച്ച് കുറഞ്ഞു. ദെൻ 6 PM ആകുമ്പോൾ വീണ്ടും 35ലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഉണ്ട് കണ്ടിന്യൂസ്ലി ഓവർ പീരീഡ്. ലൈൻ ഗ്രാഫ് ഡിസ്പ്ലേസ് ദാറ്റ് ദ ചേഞ്ച് കണ്ടിന്യൂസ്ലി ഓവർ പീരീഡ് ഓഫ് ടൈം. ഓരോ പീരീഡ് കഴിയുമ്പോഴും എന്ത് ചെയ്യുക, ഡാറ്റ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ആ ടൈമിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ലൈൻ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ലൈൻ ഗ്രാഫ്. എന്താണ് ലൈൻ ഗ്രാഫ് എന്ന് നോക്കാം നമുക്ക്. ഓക്കെ, പേജ് നമ്പർ 234 അവിടെ കണ്ടോ, ഫിഗർ 15.6ഉം 15.5ഉം. അതിൽ 15.5 നോക്കുക അല്ലേ.
അപ്പോൾ നമുക്ക് ആ കോളം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ ഗ്രാഫിലേക്ക് നോക്കാം. നമുക്കറിയാം എക്സ് ആക്സിസ് വൈ ആക്സിസ്. അപ്പോൾ ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ എളുപ്പമാണ് അല്ലേ. ഗ്രാഫ് പേപ്പറിലാണെങ്കിൽ ഇങ്ങനെ സ്ക്വയർ ഷീറ്റ് ആയിരിക്കുമല്ലോ. ഗ്രാഫ് പേപ്പറിൽ നിങ്ങളിങ്ങനെ ഇത് കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രാഫ് പേപ്പറിൽ നമ്മളിങ്ങനെ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ആ ഒരു പോയിന്റ് നമുക്ക് 6 AM, നെക്സ്റ്റ് ഇവിടെ 10 AM, നെക്സ്റ്റ് 2 PM, നെക്സ്റ്റ് 6 PM. അപ്പോൾ 6 AM ആവുമ്പോൾ അതിലെ ടെമ്പറേച്ചർ 37. അപ്പോൾ ഇവിടെ നമുക്ക് 30, 32, 34, 36, 38, then ഇപ്പോൾ നമുക്ക് 40, 42 ഇങ്ങനെ പോകുന്നു അല്ലേ. അപ്പോൾ ലൈൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ലൈൻ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഓരോ പോയിന്റുകൾ കണ്ടുപിടിക്കണം. ആ പോയിന്റുകൾ നമ്മളൊരു ലൈൻ സെഗ്മെന്റ് ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈൻ ഗ്രാഫ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ ആ കോളം വെച്ച് നമ്മൾ ലൈൻ ഗ്രാഫ് വരക്കാൻ പോവുകയാണ്. ടൈം 6 AM ആകുമ്പോൾ 37 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈനിലെ 6 നോക്കുക, ഇവിടെ അതിന് നേരെ ഇങ്ങനെ വരും അല്ലേ. ഹൊറിസോണ്ടൽ ലൈനിലെ 6ഉം പിന്നെ വെർട്ടിക്കൽ ലൈനിലെ 37ഉം. അപ്പോൾ 36ന്റെ 38ന്റെ നടുക്ക് വരും, ഇവിടെ വരും ആ പോയിന്റ്. ഓക്കെ, ഇവിടെ വരും ആ പോയിന്റ്. ദെൻ നെക്സ്റ്റ് 10 AM ആകുമ്പോൾ 40. ഇപ്പോൾ 10 AM എന്നുള്ള ഹൊറിസോണ്ടൽ ലൈനിലെ 10 AM എന്നുള്ള ആ ഭാഗം നോക്കുക. പിന്നെ ഇവിടെ 40, അപ്പോൾ ഇവിടെ വരും അല്ലേ. അങ്ങനെ നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്യാം. അങ്ങനെ നമ്മൾ പോയിന്റുകൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ പോയിന്റുകളൊക്കെ ഒരു ലൈൻ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാം. അതാ ഈ പോയിന്റ് ഈ ലൈൻ ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കണക്ട് ചെയ്യാം, ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ലൈൻ ഗ്രാഫ്. ക്ലിയർ? ഓക്കെ. The point are then connected by line segment. The result is the line graph. Clear? Okay. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി എന്ത് ചെയ്യും, എക്സാമ്പിൾ 1 നോക്കാം. പേജ് നമ്പർ 2, 3, 4 എക്സാമ്പിൾ 1. എ ഗ്രാഫ് ഓൺ പെർഫോമൻസ് അല്ലേ. എന്താണത്? ഒരു ഗ്രാഫ് നമുക്ക് തരും, എന്നിട്ട് ആ ഗ്രാഫ് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസ് തരും, അതിന് ആൻസർ ചെയ്യാം. ഓക്കെ, ചെയ്യല്ലേ. ഫിഗർ 15.7 നോക്കൂ. ഫിഗർ 15.7 ആ ഗ്രാഫ് വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻസ് തരുന്നത്. ക്ലിയർ? ലുക്ക്, ദി ഗിവൺ ഫിഗർ 15.7 represent the total runs scored by 2 batsmen A and B during each of the 10 different matches in the year. During each of the 10 different matches in the year 2007. Different match in the year 2007. Study the graph and answer the following question. എന്താണ് തന്നിട്ടുള്ള ഗ്രാഫ്? എ എന്നുള്ള ബാറ്റ്മാൻ, ബി എന്നുള്ള ബാറ്റ്മാൻ ഉണ്ട് അല്ലേ. ഡ്യൂറിങ് ഈച്ച് ഓഫ് ദി 10 ഡിഫറെൻറ്റ് മാച്ചസ് ഇൻ ദി ഇയർ 2007. 2007 ഒരു 10 മാച്ച് നടന്നു. ആ മാച്ചിൽ എ എന്നുള്ള ബാറ്റ്മാൻ സ്കോർ ചെയ്ത റൺസും ബി എന്നുള്ള ബാറ്റ്സ്മാൻ സ്കോർ ചെയ്ത റൺസും തമ്മിൽ കമ്പയർ ചെയ്തിട്ടുള്ള ലൈൻ ഗ്രാഫാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ആ ഗ്രാഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഗ്രാഫിൽ നിങ്ങൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്, വാട്ട് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഓൺ ദി 2 ആക്സിസ്. വാട്ട് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഓൺ ദി 2 ആക്സിസ്. അതായത് എക്സ് ആക്സിസ് എന്തിനെ സൂചിപ്പിക്കുന്നു, വൈ ആക്സിസ് എന്തിനെ സൂചിപ്പിക്കുന്നു. നമ്മൾ പറയുന്നത് ഒറിസോണ്ടൽ ആക്സിസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ആയിട്ടുള്ള ആ ഒരു ലൈനാണ് നമ്മൾ എന്ത് പറയുന്നത്, വൈ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 15.7 എന്നുള്ള ഗ്രാഫ് നോക്കുക. അവിടെ എക്സ് ആക്സിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്, ഹൊറിസോണ്ടൽ ആക്സിസ്. അതായത് എക്സ് ആക്സിസ് ഇൻഡിക്കേറ്റ്സ് ദ മാച്ച് പ്ലേഡ് ഡ്യൂറിങ് ദി ഇയർ 2007. മാച്ച് പ്ലേഡ് ഡ്യൂറിങ് ദി ഇയർ 2007. 2007 നടന്നിട്ടുള്ള അല്ലേ മാച്ച് ഏതൊക്കെയാണ്? മാച്ച് പ്ലേഡ് ഡ്യൂറിങ് ദി ഇയർ. എത്ര മാച്ച് നടന്നു? 10. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 2007 നടന്നിട്ടുള്ള മാച്ചസിൻ്റെ എണ്ണമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്.
1, 2, 3, 4 ഫസ്റ്റ് മാച്ച്, സെക്കൻഡ് മാച്ച്, തേർഡ് മാച്ച്, ഫോർത്ത് മാച്ച്, ഫിഫ്ത്ത് മാച്ച്, സിക്സ്ത്, സെവൻത്ത്, 8th, 9th, 10th. അതാണ് ഹൊറിസോണ്ടൽ ആക്സിൽ കൊടുത്തിട്ടുള്ളത്. Then the vertical axis shows that total run scored in each match. Total run scored in each match. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? y ആക്സിൽ കൊടുത്തിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? y ആക്സിസ് shows that the total run scored in each match. ഫസ്റ്റ് മാച്ചിൽ എത്ര റൺ സ്കോർ ചെയ്തു, സെക്കൻഡ് മാച്ചിൽ എത്ര റൺ സ്കോർ ചെയ്തു, തേർഡ് മാച്ചിൽ എത്ര റൺ സ്കോർ ചെയ്തു, ഫോർത്ത് മാച്ചിൽ. അതാണ് y ആക്സിൽ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റിന് x ആക്സിസും y ആക്സിസും എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 15.7 എന്നുള്ള ഫിഗർ നോക്കുമ്പോൾ എ എന്നുള്ള ബാറ്റ്സ്മാൻ്റെ ആണ് ഡാർക്ക് എന്ന് വിചാരിക്കുക. ഡാർക്ക് ആയിട്ടുള്ള ലൈൻ ഗ്രാഫ് കണ്ടോ, അത് എ എന്നുള്ള ബാറ്റ്സ്മാൻ്റെ വിചാരിക്കും. പിന്നെ ഒരു ഡോട്ട് ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ലൈൻ ഗ്രാഫ്. ആ ഗ്രാഫ് തന്നെ അത് ബി എന്നുള്ള ബാറ്റ്സ്മാൻ്റെ മാച്ചിൽ എത്ര റൺ സ്കോർ ചെയ്തു എന്നുള്ള കമ്പാരിസൺ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ലൈൻ ഷോസ് ദ റൺ സ്കോർ ബൈ ബാറ്റ്സ്മാൻ എ? Okay, the dotted line shows the run scored by batsman A. This is already indicates at the top of the graph. Yes, sorry, അപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഡോട്ട് എന്നുള്ള ആ ഒരു ലൈൻ ഗ്രാഫ് കണ്ടോ, ഡോട്ട് ഉപയോഗിച്ചിട്ട് അത് ഏതാണ്? നിങ്ങൾ ആ ഗ്രാഫിൻ്റെ മുകളിൽ നോക്കുക, ബാറ്റ്സ്മാൻ എ എന്നുള്ള ബാറ്റ്സ്മാൻ്റെ ലൈൻ ഗ്രാഫാണ് ഡോട്ട് ഉപയോഗിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ബി എന്നുള്ള ബാറ്റ്സ്മാൻ്റെ ലൈൻ ഗ്രാഫാണ് ഡോട്ട് ഇല്ലാതെ ഡാർക്ക് ലൈൻ സെഗ്മെൻറ്റ് ഡാർക്ക് ആയിട്ടുള്ള കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, were the run scored by them same in any match in 2007? If so, in which match? Were the run scored by them same in any match? ഏതെങ്കിലും മാച്ചിലെ ബാറ്റ്സ്മാൻ എ എന്നുള്ള ബാറ്റ്സ്മാനും ബി എന്നുള്ള ബാറ്റ്സ്മാനും സെയിം റൺ സ്കോർ ചെയ്തിട്ടുണ്ടോ? നോക്കൂ, ആ ഗ്രാഫിൽ നോക്കൂ. യെസ്, ഫോർത്ത് അല്ലേ, ഫോർത്ത് മാച്ചിൽ എ എന്നുള്ള ബാറ്റ്സ്മാൻ്റെയും ബി എന്നുള്ള ബാറ്റ്സ്മാൻ്റെയും ലൈൻ ഗ്രാഫ് രണ്ടും ജോയിൻ ചെയ്താണ് കിടക്കുന്നത്. ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്ത് കിടക്കുന്നത്. ഫോർത്ത് മാച്ചിൽ നേരെ നോക്കുക, ഫോർത്ത് മാച്ചിൽ അല്ലേ. അപ്പോൾ ആ ഫോർത്ത് മാച്ചിൽ യെസ്, ഡ്യൂറിങ് ദി ഫോർത്ത് മാച്ച് ബോത്ത് ഹാവ് സ്കോർഡ് ദി സെയിം നമ്പർ ഓഫ് 60 റൺസ്. എ എന്നുള്ള ബാറ്റ്സ്മാനും ബി എന്നുള്ള ബാറ്റ്സ്മാനും ഫോർത്ത് മാച്ചിൽ 60 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. 60 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. അതവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. രണ്ട് ഗ്രാഫ് ഇങ്ങനെ ജോയിൻ ചെയ്താൽ കിടക്കുന്നത് കണ്ടോ, കണ്ടോ, 2.5 പോയിന്റ് എന്താണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 60 റൺസാണ് വരുന്നത്. ഓക്കെ, ഫോർത്ത് മാച്ചിൽ 60 റൺസാണ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. എമംഗ് ദി ടു ബാറ്റ്സ്മാൻ ഹൂ ഈസ് ദി സ്റ്റഡിയർ? ഹൗ ഡു യു ജഡ്ജ് ഇറ്റ്? അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ 2 നമുക്ക് ഡിസ്കസ് ചെയ്യാമല്ലോ. എക്സാമ്പിൾ 2, അതും ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാഫ് തന്നിട്ട് അതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് അല്ലേ. ദ ഗിവൺ ഗ്രാഫ് ഡിസ്ക്രൈബ്സ് ദ ഡിസ്റ്റൻസ് ഓഫ് എ കാർ ഫ്രം എ സിറ്റി P at a different times when it is traveling from city P to city Q, which are 350 km apart. Study the graph and answer the following. Yes, ആ ഫിഗർ നോക്കുക, 15.8. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള എന്താ ഗ്രാഫ്? യെസ്, പി അതായത് ഒരു ഡിസ്റ്റൻസ് ഓഫ് എ കാർ ഫ്രം എ സിറ്റി പി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. യെസ്, ഡിഫറെൻറ്റ് ടൈംസ്. പി എന്നുള്ള സിറ്റിയിൽ നിന്ന് ഒരു കാറിൻ്റെ ഡിസ്റ്റൻസ് ഡിഫറെൻറ്റ് ടൈമിൽ ഏത് സിറ്റിയിലേക്കാണ്? ക്യൂ എന്നുള്ള സിറ്റിയിലേക്ക് അല്ലേ. ക്യൂ എന്നുള്ള സിറ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഓരോ ടൈമിലും. അപ്പോൾ 8 AM ആകുമ്പോൾ ഡിസ്റ്റൻസ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 8 AM ആകുമ്പോൾ 0, ദെൻ 9 AM ആകുമ്പോൾ കാറിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അതായത് പി ക്യൂവും തമ്മിലുള്ള ഡിസ്റ്റൻസ് 50. അതുപോലെ തന്നെ 10 AM ആകുമ്പോൾ 150, 11 AM ആകുമ്പോൾ 200,
12 ആവുമ്പോൾ 200, then 1 PM ആവുമ്പോൾ എക്സെട്ര. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം അല്ലേ. വാട്ട് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഓൺ ദി 2 ആക്സിസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഇൻഫർമേഷൻ ഈസ് ഗിവൺ ഓൺ ദി 2 ആക്സിസ്. ഗിവൺ ഓൺ ദി 2 ആക്സിസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടത്? എക്സ് ആക്സിസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, വൈ ആക്സിസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ദ ഹൊറിസോണ്ടൽ മീൻസ് എക്സ് ആക്സിസ് ഷോസ് ദ ടൈം. The vertical means y-axis show the distance of the car from city P. Distance of the car from city P. P യിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ y-axis കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ എക്സാമ്പിൾ 2 പേജ് നമ്പർ 235 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫ്രം വേർ ആൻഡ് വെൻ ഡിഡ് ദി കാർ ബിഗിൻ ഇറ്റ്സ് ജേർണി. ഫ്രം വേർ ആൻഡ് വെൻ, എവിടുന്നാണ് അല്ലെങ്കിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്, അതിൻ്റെ ജേർണി എപ്പോഴാണ് കാറ് ആരംഭിച്ചത്. ദ കാർ സ്റ്റാർട്ട് ഫ്രം ദ സിറ്റി പി അറ്റ് 8 AM. പി എന്നുള്ള സിറ്റിയിൽ നിന്ന് 8 AM തുടങ്ങിയത്. ബിക്കോസ് 8 AM ഡിസ്റ്റൻസ് 0 ആണ്. ഓക്കെ, നിങ്ങൾ നോക്കൂ, ഗ്രാഫിലേക്ക് നോക്കൂ അല്ലേ. യെസ്. ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How far did the car go in the first hour? എത്ര ദൂരം പോയിട്ടുണ്ടാവും ഫസ്റ്റ് അവറിൽ, എത്ര ദൂരം പോയിട്ടുണ്ടാവും എന്നാണ് തേർഡ് ക്വസ്റ്റ്യൻ. ദ കാർ ട്രാവൽ 50 kilometers ഡ്യൂറിങ് ദി ഫസ്റ്റ് അവർ. ശരിയല്ലേ? 8 കഴിഞ്ഞിട്ട് 9, അപ്പോൾ അതിനിടയിൽ എത്ര അവർ പോയി? 50 അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 50 kilometers ഡ്യൂറിങ് ദി ഫസ്റ്റ് അവർ. യെസ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, 4th, 5th, 6th, 7th നിങ്ങൾ ആൻസർ ചെയ്യുക കേട്ടോ. ആ ഗ്രാഫ് നോക്കിയിട്ട് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസർ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ദെൻ മാർക്ക് യുവർ ഹോംവർക്ക്. എക്സസൈസ് 15.1 ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3 and 6, 7. And see you next class. Thank you.